നമ്മൾ ആൽഫ സ്റ്റാർ ബീറ്റ ഡിഫൈൻ ചെയ്യുമ്പോൾ ആക്ച്വലി എന്താണെന്ന് വെച്ചാൽ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടെ ഞാൻ എടുത്തു പറയുകയാണ്. അതായത് പ്രൊഡക്റ്റ് ഓഫ് ടു ലൂപ്സ് നമുക്ക് പ്രൊഡക്റ്റ് ഓഫ് ടു പാർട്സ് ആയിട്ടും എടുക്കാം കേട്ടോ. ഇപ്പോൾ ലൂപ്സിൻ്റെ പ്രൊഡക്ട്സ് ഡിഫൈൻഡ് ആണെങ്കിൽ രണ്ടിൻ്റെയും ബേസ് പോയിൻ്റ് സെയിം ആയിരിക്കണം. അതായത് രണ്ട് പാത്ത് ഇപ്പോൾ ആൽഫ എടുത്തു കഴിഞ്ഞാലും ബീറ്റ എടുത്തു കഴിഞ്ഞാലും ബേസ് പോയിൻ്റ് എന്തായിരിക്കണം? x0 ഒരു ഫിക്സഡ് പോയിൻ്റ് തന്നെയായിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് പ്രൊഡക്റ്റ് ഡിഫൈൻഡ് ആവത്തുള്ളൂ. ഇപ്പോൾ പാത്താണെങ്കിൽ എന്താണ്, ഒരു പാത്തിൻ്റെ ഫസ്റ്റ് പാത്തിൻ്റെ ടെർമിനൽ പോയിൻറ്റും സെക്കൻഡ് പാത്തിൻ്റെ ഇനീഷ്യൽ പോയിൻറ്റും സെയിം ആയാൽ മതി. ഓക്കെ, അപ്പോൾ നമ്മൾ ഡിഫൈൻ ചെയ്തത് എങ്ങനെയായിരുന്നു? ആൽഫ സ്റ്റാർ ബീറ്റ ഓഫ് ടി എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തത്? ദിസ് ഈസ് ഈക്വൽ ടു ആൽഫ ഓഫ് 4t for 0 less than or equal to t less than or equal to 1/4 and beta of 2t minus 1 for 1/2 ആയിരുന്നേ 1/2 less than or equal to t less than or equal to 1. ഇങ്ങനെയായിരുന്നു നമ്മൾ ഡിഫൈൻ ചെയ്തത്. ആക്ച്വലി ഇതെന്താണെന്ന് വെച്ചാൽ ഇത് കണ്ടില്ലേ, ഇപ്പം ആൽഫയുടെ പാരാമീറ്ററൈസേഷൻ, അതായത് ആ ഒരു ഡയറക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു രീതിയിലാണെന്ന് കരുതുക. ആൻഡ് ബീറ്റ എന്ന് പറയുന്നത് ഈ ഒരു രീതിയിൽ മൂവ് ചെയ്യുന്നു എന്ന് കരുതുക. ഓക്കെ, ഈ പാരാമീറ്ററൈസേഷൻ എന്ന് പറയുന്നത് ഒന്നുമില്ല. ഇപ്പോൾ നമുക്ക് ഈ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഫ്രം വേർ ടു വേർ ക്ലോസ്ഡ് ഇൻ്റർവെൽ 0-1 നിന്ന് എന്താണ്, ക്ലോസ്ഡ് ഇൻ്റർവെൽ 0-1 നിന്നുള്ള കണ്ടിന്യൂസ് ഫംഗ്ഷനാണ് ആൽഫ. അപ്പോൾ ഈ ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ വെൻ വി മൂവ്സ് ഫ്രം 0 to 1 ആൽഫ എന്ന് പറയുന്ന ഈ ഒരു ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നു. ആൽഫ ഓഫ് ടി എന്ന് പറയുന്നത് ഈ ഡയറക്ഷനിൽ ടി വാല്യൂ 0 നിന്ന് 1 പോകുമ്പോൾ ആൽഫ ഓഫ് ടി ഈ പറഞ്ഞിരിക്കുന്ന ഡയറക്ഷനിൽ, അതായത് ആൽഫ ഓഫ് 0 ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട്, അതായത് അത് x0 തന്നെയാണ്, ഈ ഡയറക്ഷനിൽ മൂവ് ചെയ്തിട്ട് എഗെയിൻ ആൽഫ ഓഫ് 1 അതായത് x0 എത്തുന്നു. ഇപ്പം പാത്തായിട്ട് പറയുകയാണെങ്കിൽ 0 to 1 മൂവ് ചെയ്യുമ്പോൾ ആൽഫ ഇവിടെ ആൽഫ ഓഫ് 0 നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ആൽഫ ഓഫ് 1 എത്തുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ആൽഫയും ബീറ്റയും നമ്മൾ എന്താണ് ക്ലോസ്ഡ് ഇൻ്റർവെൽ 0-1 ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ എന്താണ് ഈ പ്രൊഡക്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ, അത് ഈ പാത്ത് നമുക്ക് കാണുമ്പോൾ തന്നെ ഇതിന് രണ്ടിനെയും കൂടി ഞാൻ ജോയിൻ ചെയ്തു. എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാനിതാ ഈ ആൽഫയുടെ അതേ റൂട്ടിൽ, അത് ഞാനൊരു ജോഗിങ്ങിന് പോവുകയാണ്. അപ്പോൾ ആൽഫയുടെ അതേ റൂട്ടിൽ ജോഗിങ്ങിന് പോയിട്ട് x0 എത്തുന്നുണ്ട്. പക്ഷേ ഞാൻ അവിടെ സ്റ്റോപ്പ് ചെയ്യുന്നില്ല, ബീറ്റയുടെ പാത്തിൽ കൂടെ മൂവ് ചെയ്യുന്നു, അതേ പാത്തിലൂടെ മൂവ് ചെയ്യുന്നു, എന്നിട്ട് x0 എത്തുന്നു. അപ്പോൾ നമ്മൾക്ക് എന്താണ്, ഒരു ലൂപ്പല്ലേ കിട്ടുന്നത്. എഗെയിൻ ആ ഒരു ലൂപ്പിനെയാണ്, അല്ലെങ്കിൽ ഇപ്പോൾ പാത്താണെങ്കിൽ ആ ഒരു പാത്തിനെയാണ് എന്തെന്ന് പറയുന്നത്, പ്രൊഡക്റ്റ് ഓഫ് ദീസ് ടു ലൂപ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ പാത്താണെങ്കിൽ ആൽഫ വന്നു, ദെൻ ബീറ്റ എന്നേരം അവിടെ വേറൊരു പോയിന്റിലാണ് എത്തിച്ചേരുന്നത്, ബീറ്റയുടെ ടെർമിനൽ പോയിന്റിലാണ് എത്തിച്ചേരുന്നത് നമ്മൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ. പക്ഷേ ഇവിടെ എന്താണ് ടെർമിനൽ പോയിന്റ് സെയിം ആണ്, പക്ഷേ ഒന്നുകൂടി വട്ടം കറങ്ങിയിട്ട് വരുന്നു. ഇപ്പോൾ ജോഗിങ്ങിനൊക്കെ പോകുന്നത്, ഇപ്പോൾ കുറേ ദിവസം നടന്ന് 3-ാമത്തെ ദിവസം കുറച്ചുകൂടി നടന്നാൽ നാളത്തേക്ക് തടി കുറച്ചുകൂടി കുറയല്ലോ എന്ന് ചിന്തിക്കില്ല, അതുപോലെ തന്നെ. അപ്പോൾ ഇതാണ് ആൽഫ സ്റ്റാർ ബീറ്റ എന്ന് പറയുന്നത് ആക്ച്വലി. പക്ഷേ എന്തുകൊണ്ട് ഇങ്ങനെ ഡിഫൈൻ ചെയ്തു എന്ന് വെച്ചാൽ, നമ്മൾ എന്താണ് ഇവിടെ ചെയ്യുന്നത് എന്ന് നോക്കാം. അതായത് നമ്മൾക്ക് ആൽഫ ക്ലോസ്ഡ് ഇൻ്റർവെൽ 0-1 ഡിഫൈൻഡ് ആണ്, ബീറ്റയും ഇതുപോലെ ക്ലോസ്ഡ് ഇൻ്റർവെൽ 0-1 ഡിഫൈൻഡ് ആണ്. അപ്പോൾ നമുക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഈ ഒരു പ്രൊഡക്റ്റും ഞാൻ എവിടെ തന്നെ ഡിഫൈൻ ചെയ്യുന്നു എന്ന് വെച്ചാൽ, ക്ലോസ്ഡ് ഇൻ്റർവെൽ 0-1 തന്നെ ഡിഫൈൻ ചെയ്യുന്നു. അതെങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത് നോക്കാം. ഓക്കെ, ഞാൻ ഫസ്റ്റ് ഈ ഒരു ഇൻ്റർവെല്ലിനെ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ 0 1/2 1/2 1 കിട്ടും ക്ലോസ്ഡ് ഇൻ്റർവെൽസ്. അപ്പോൾ ഞാൻ എങ്ങനെ മൂവ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, മാപ്പ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഈ ആൽഫേനെ, അതായത് ആൽഫ എന്ന് പറയുന്നൊരു ലൂപ്പാണല്ലോ, അപ്പോൾ ലൂപ്പ് ഇത് തന്നെ, പക്ഷേ ഞാൻ ഫങ്ഷനെ ജസ്റ്റ് ചേഞ്ച് ചെയ്യുന്നു, അതിൻ്റെ ഡൊമൈന് ജസ്റ്റ് ചേഞ്ച് ചെയ്യുന്നു. ക്ലോസ്ഡ് 0-1 നിന്നുള്ള ഈ ഫങ്ഷനെ റീഡിഫൈൻ ചെയ്തിട്ട് എന്താണ് ക്ലോസ്ഡ് ഇൻ്റർവെൽ 1/2 നിന്നുള്ള ഫങ്ഷനാക്കി മാറ്റുന്നു. ഇതിനെ റീപാരാമീറ്ററൈസേഷൻ എന്ന് പറയും നമ്മൾ. ഈ റീപാരാമീറ്ററൈസേഷൻ നമ്മൾ ആക്ച്വലി ഒരു ഫങ്ഷൻ അനദർ ഫങ്ഷൻ കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം നമ്മൾക്ക്.
ഓക്കെ, ഇതാണ് ആൽഫ. അപ്പോൾ ഞാൻ ക്ലോസ്ഡ് ഇൻ്റർവെൽ 0-1 നിന്ന് ആൽഫ എന്ന് പറയുന്ന മാപ്പ് എടുക്കുമ്പോൾ കിട്ടുന്നതാണ് നമ്മൾക്ക് എന്ത്, ഈ ഒരു പാത്ത്. ഇപ്പം ഞാൻ കൺഫ്യൂഷൻ ആവാതിരിക്കാൻ ഞാൻ ഈ പാത്തിനെ ജസ്റ്റ് ലൂപ്പിനെ ഞാൻ എ എന്ന് ഡിനോട്ട് ചെയ്യുന്നു. ഓക്കെ, ക്ലോസ്ഡ് ഇൻ്റർവെൽ 0-1 നിന്ന് ഈ ഒരു ലൂപ്പിലോട്ടുള്ള ആ ഫംഗ്ഷനെ ആൽഫ എന്ന് ഡിനോട്ട് ചെയ്യുന്നു. അപ്പോൾ ഇതിനെ ഞാൻ ഈ ക്ലോസ്ഡ് ഇൻ്റർവെലിനെ ഐ എന്ന് ഡിനോട്ട് ചെയ്യുകയാണെങ്കിൽ ആൽഫ ഓഫ് ഐ ഇസ് ഈക്വൽ ടു എ ആയിരിക്കും. ഓക്കെ, ആ ഒരു രീതിയിൽ ലൂപ്പിനെ ഞാൻ എ എന്ന് ഡിനോട്ട് ചെയ്യുന്നു, ഫംഗ്ഷനെ ഞാൻ ആൽഫ എന്നും ഡിനോട്ട് ചെയ്യുന്നു. കൺഫ്യൂഷൻ ആവരുത്. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഈ ക്ലോസ്ഡ് ഇൻ്റർവെൽ 0-1/2 നിന്നൊരു 1-1 കണ്ടിന്യൂസ് മാപ്പ് ഡിഫൈൻ ചെയ്യാണ്. ഓക്കെ, അപ്പോൾ സപ്പോസ് ആ ഒരു ഫംഗ്ഷൻ h1 ആണെന്ന് കരുതുക. അപ്പോൾ എനിക്ക് ആൽഫ കോമ്പോസിഷൻ h1 എന്തായിരിക്കും? h1 ക്ലോസ്ഡ് ഇൻ്റർവെൽ 0-1/2 നിന്ന് ഐയിലോട്ടുള്ള മാപ്പാണ്, ആൽഫ ഐയിൽ നിന്ന് എയിലോട്ടുള്ള മാപ്പും. അപ്പോൾ ആൽഫ കോമ്പോസിഷൻ h1 എന്താണ്? ക്ലോസ്ഡ് ഇൻ്റർവെൽ 0-1/2 നിന്ന് ഇതേ ലൂപ്പിലോട്ടുള്ള മാപ്പായിരിക്കും. അതായത് ഈ ലൂപ്പ് തന്നെയാണ് നമ്മൾക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നത്, പക്ഷെ ഫംഗ്ഷനും ഡൊമൈനും ചേഞ്ച് ആയി. ഇനി ഈ ഫംഗ്ഷൻ h1 എങ്ങനെയാണ് എഴുതുന്നത് നോക്കാം. ഇപ്പം നമ്മൾക്കറിയാം ഏത് ക്ലോസ്ഡ് ഇൻ്റർവെൽ എടുത്തു കഴിഞ്ഞാലും അത് ക്ലോസ്ഡ് ഇൻ്റർവെൽ 0-1 ഹോമിയോമോർഫിക് ആണ്. അപ്പോൾ ഞാൻ ആ ഒരു ഫംഗ്ഷൻ എങ്ങനെ ഡിഫൈൻ ചെയ്യാൻ നോക്കാം. ഇപ്പം ഞാൻ h1 of x is equal to x minus a by b minus a. ഈ ഫംഗ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഇത് 1-1 1-2 കണ്ടിന്യൂസ് എല്ലാം ആയിരിക്കും. ഇത് നമ്മൾ മുൻപേ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ആക്ച്വലി. അപ്പോൾ ഞാൻ ഈ ഫംഗ്ഷനാണ് ഇവിടെ h1 ആയിട്ട് എടുക്കുന്നത്. ഓക്കെ, വേരിയബിൾ ഞാൻ t എന്ന് ഡിനോട്ട് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ a എന്ന് പറയുന്നത് എന്താണ്? 0, b എന്ന് പറയുന്നത് 1/2. അപ്പോൾ എന്താണ്? t മൈനസ് 0/1/2 മൈനസ് 0 വരും. അതായത് t/1/2 എന്ന് വരും. അപ്പോൾ 2t എന്ന് കിട്ടി. h1 of t ഈക്വൽ ടു 2t. അപ്പോൾ ആൽഫ കോമ്പോസിഷൻ h1 of t എന്ന് പറയുന്നത് എന്ത് വരും? ദിസ് ഇസ് ഈക്വൽ ടു ആൽഫ ഓഫ് 2t എന്ന് വരും. അപ്പോൾ ഇത് തന്നെയായിരിക്കും എന്ത്, ഈ പാത്ത് എന്ന് പറയുന്നത്. പക്ഷേ ഈ ഒരു ആൽഫ ഓഫ് 2tയുടെ ഡൊമൈൻ എന്താണ്? ജസ്റ്റ് ആൽഫയുടെ ഡൊമൈന് ക്ലോസ്ഡ് ഇൻ്റർവെൽ 0-1 നിന്ന് ചേഞ്ച് ചെയ്ത് എന്താണ്, ആൽഫ ഓഫ് 2tയിലോട്ട് ഫംഗ്ഷൻ തന്നെ മാറിയപ്പോൾ ഡൊമൈൻ എങ്ങോട്ട് മാറി? ക്ലോസ്ഡ് ഇൻ്റർവെൽ 0-1/2 മാറി. ഓക്കെ, അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ആൽഫ സ്റ്റാർ ബീറ്റ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? ആൽഫ സ്റ്റാർ ബീറ്റ ഓഫ് ടി എന്ന് പറയുന്നത് ക്ലോസ്ഡ് ഇൻ്റർവെൽ 0-1/2 അതെന്തായിരിക്കും? ആൽഫ ഓഫ് 2t ആയിരിക്കും. അപ്പോൾ ഈ ഒരു ഇൻ്റർവെല്ലിൽ നമ്മൾക്ക് കിട്ടുന്ന ലൂപ്പ് ഏത് തന്നെയായിരിക്കും? ഈ ആൽഫ എന്ന് പറയുന്ന ലൂപ്പ് തന്നെയാണ് കിട്ടുക. ഇനി ഇതുപോലെ തന്നെ ഞാൻ എന്ത് ചെയ്യുന്നു? ബീറ്റയിലും അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ അവിടെ ബീറ്റയുടെ ഡൊമൈൻ എങ്ങോട്ടാണ് ചേഞ്ച് ആകുന്നത്? 1/2 to 1 അതായത് ഈ ലൂപ്പ് ബീറ്റയുടെ ഡൊമൈന് ചേഞ്ച് ആവുന്നു. ഓക്കെ, അപ്പോൾ ലൂപ്പ് ബീറ്റയുടെ ഡൊമൈൻ എങ്ങോട്ട് ചേഞ്ച് ചെയ്യുന്നു? ഈ ഒരു ക്ലോസ്ഡ് ഇൻ്റർവെല്ലോട്ട്. ഇതുപോലെ നമ്മൾ h1 ഡിഫൈൻ ചെയ്തതുപോലെ നമ്മൾ h2 ഡിഫൈൻ ചെയ്യുന്നു. h2 ഓഫ് t എന്ന് പറയുന്നത് എന്താണ്? ദിസ് ഇസ് ഈക്വൽ ടു, ഇവിടെ നമ്മൾക്ക് a എന്ന് പറയുന്നത് 1/2 b 1 ആണ്. അപ്പോൾ t മൈനസ് 1/2/1 - 1/2 എന്ന് വരും. അപ്പോൾ എന്താണ്? t മൈനസ് 1/2/1/2 ഉണ്ടായിരിക്കും. ദിസ് ഇസ് ഈക്വൽ ടു എന്താണ്? 2t മൈനസ് 1. അപ്പോൾ ബീറ്റ ഓഫ് 2t മൈനസ് 1 എന്ന് എടുക്കുമ്പോൾ എന്ത് കിട്ടി? ബീറ്റ ഓഫ് 2t മൈനസ് 1 ഏത് ഇൻ്റർവെല്ലാണ്? ഫോർ t ബിലോങ്സ് ടു 1/2 1. ഇത് നമ്മൾക്ക് എന്താണ്? ബീറ്റ എന്ന് പറയുന്ന ലൂപ്പ് തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ ആൽഫ സ്റ്റാർ ബീറ്റ എന്ന് പറയുന്നത് എന്ത് കിട്ടി? ഈ രണ്ട് ലൂപ്പിനെയും ജോയിൻ ചെയ്തപ്പോൾ ഉള്ള ലൂപ്പായിട്ട് കിട്ടി. അപ്പോൾ ഇതാണ് നമ്മൾ പ്രൊഡക്റ്റ് കൊണ്ട് ആക്ച്വലി മീൻ ചെയ്യുന്നത്. പാത്താണെങ്കിൽ ഇതുപോലെ തന്നെ, പക്ഷെ പാത്തിൽ നമ്മൾക്ക് എന്ത് വേണം? ഇവിടെ കണ്ടില്ലേ, ഇതും കണ്ടിന്യൂസ് ആയിരിക്കണ്ടേ. അപ്പോൾ കണ്ടിന്യൂറ്റി വേണമെങ്കിൽ ഇതിൻ്റെ എൻഡ് പോയിൻ്റ്, അതായത് ആൽഫ ഓഫ് 2 × 1/2 എന്തിന് ഈക്വൽ ആണോ? ബീറ്റ ഓഫ് 2 × 1/2 - 1 ഈക്വൽ ആയിരിക്കണം. അതായത് ഈ കോയിൻസൈഡ് ചെയ്യുന്ന ഈ പോയിന്റിൽ ഈക്വൽ വാല്യൂ കിട്ടണം നമ്മൾക്ക്. എങ്കിലേ നമ്മൾക്ക് ഈ ഒരു ആൽഫ സ്റ്റാർ ബീറ്റയും കണ്ടിന്യൂസ് മാപ്പായിട്ട് മാറത്തുള്ളൂ, എങ്കിലേ അതൊരു ലൂപ്പും ആവത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്കത് ഈക്വലാണ്. പാത്തിൻ്റെ കേസിൽ എന്താണ്? ഒരു പാത്തിൻ്റെ ഇനീഷ്യൽ പോയിൻറ്റും മറ്റൊന്നിൻ്റെ ടെർമിനൽ പോയിൻറ്റും ഈക്വൽ ആണെങ്കിൽ നമ്മൾക്ക് അവിടെ പ്രൊഡക്റ്റ് ഡിഫൈൻഡ് ആവുള്ളൂ. ഇപ്പം ഞാനിവിടെ ഇപ്പോൾ ഇങ്ങനൊരു പാത്ത് എടുത്തു. ഇത് ആൽഫ, ഇത് ബീറ്റ. അപ്പോൾ ഇവിടെ ആൽഫ സ്റ്റാർ ബീറ്റ ഡിഫൈൻഡ് ആണ് നമ്മൾക്ക്, അല്ലേ?
ആൽഫയുടെ ടെർമിനൽ പോയിൻറ്റും ബീറ്റയുടെ ഇനീഷ്യൽ പോയിൻറ്റും സെയിം ആണ്. പക്ഷേ ഇവിടെ ബീറ്റ സ്റ്റാർ ആൽഫ ഡിഫൈൻഡ് അല്ല. കാരണം എന്താണ്? ബീറ്റയുടെ ടെർമിനൽ പോയിൻ്റ് ആൽഫയുടെ ഇനീഷ്യൽ പോയിൻ്റ് ആവുന്നില്ല. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിൽ വെക്കുക. പ്രൊഡക്റ്റ് എന്നതുകൊണ്ട് ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ.